ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ഡിസംബർ 1 ഗുരുവായൂർ ഏകാദശിയാണ്. ഈ വീഡിയോയിൽ ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏകാദശി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം, മോക്ഷദായകനായ ഗുരുവായൂരപ്പന് അനുഗ്രഹം ലഭിക്കാം. മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. സർവപാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം. വിഷ്ണു ഭഗവാന്റെ പ്രീതിക്ക് അത്യുത്തമമാണിത്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷം, അതായത് കർത്തവാവ് കഴിഞ്ഞ് 11-ാം ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. ദ്വാദശി സംബന്ധമുള്ള ആനന്ദപക്ഷമെന്നും ഇതിനെ പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം? ദശമി ദിവസം, അതായത് തലേ ദിവസം ഒരിക്കൽ എടുത്ത് വേണം വ്രതം ആരംഭിക്കാൻ. എന്നാൽ ഏകാദശി ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. അന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ജപിക്കാവുന്നതും പാരായണം ചെയ്യാവുന്നതുമാണ്. ഇതൊന്നും ഇല്ലെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ലാം. ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ക്ഷേത്രത്തിൽ ഭഗവാൻ 4 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. തുളസിമാല, തൃക്കൈവണ്ണ, പാൽപായസം, പുരുഷ സൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരിഭക്ഷണം പാടില്ല. പഴങ്ങളും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാം. ഉപവാസമാണ് ഉത്തമം. തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട്. ഇത് സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം. അതും ഗോതമ്പ് ആയിരിക്കണമെന്ന് മാത്രം. അത്താഴം ഒഴിവാക്കി 2 നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നത് 2-3 ജന്മങ്ങളിലെ പാപം മാറുമെന്നും, ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് 7 ജന്മങ്ങളിലെ പാപം മാറുമെന്നും വിശ്വസിക്കുന്നു. സർവ്വപാപങ്ങളും ഇല്ലാതാക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക. പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കണം. മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി, മനഃശാന്തി, കുടുംബസ്വസ്ഥത, ആയുരാരോഗ്യം, സമ്പത്തും കീർത്തിയും, ശത്രുനാശം, സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കും. വൃശ്ചികം കഴിഞ്ഞ് വരുന്ന ധനുമാസത്തിലെ ഏകാദശിയും പ്രാധാന്യം അറിയിക്കുന്നു. അതിന് സ്വർഗവാതിൽ ഏകാദശി എന്നാണ് പറയപ്പെടുന്നത്. ഏകാദശി ദിവസം നടത്തേണ്ട വഴിപാടുകളും അവയുടെ ഫലങ്ങളും: പുരുഷ സൂക്താർച്ചന ഇഷ്ടസന്താന ലബ്ധി, ഭാഗ്യസൂക്താർച്ചന ഭാഗ്യസിദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി, ആയുർ സൂക്താർച്ചന ആയുർവർദ്ധന, രോഗമുക്തി, വെണ്ണ നിവേദ്യം ബുദ്ധിവികാസത്തിന്, പാൽപായസ നിവേദ്യം ധനധാന്യവർദ്ധന, പാലഭിഷേകം ക്രോധം നിമിത്തമുള്ള കുടുംബ സമാധാനമില്ലായ്മയ്ക്ക് അറുതി, സന്താന ഗോപാല മന്ത്രാർച്ചന സൽസന്താന ലാഭം, സഹസ്രനാമാർച്ചന ഐശ്വര്യം മംഗളസിദ്ധി, നെയ്വിളക്ക് നേത്രരോഗശമനം അഭിഷ്ടസിദ്ധി, സുദർശന ഹോമം രോഗശാന്തി. അടുത്ത മാസം ഡിസംബർ 1-ാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം.